വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വികസനത്തിന് 28 ഏക്കർ ഭൂമി കൂടി ഏറ്റെടുക്കാൻ തീരുമാനം. മാനന്തവാടിയിൽ വനം വകുപ്പിന്റെ കൈവശമുള്ള 28 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് അക്കാദമിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി OR കേളു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 5 വർഷം മുമ്പാണ് മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം മെഡിക്കൽ കോളേജിൽ അധ്യയനം തുടങ്ങുകയും ചെയ്തു. പക്ഷേ ജില്ലാ ആശുപത്രി ആയിരുന്നപ്പോൾ തന്നെ വലിയ സ്ഥലപരിമിതി ഉണ്ടായിരുന്ന ആശുപത്രിയാണ്. മെഡിക്കൽ കോളേജായി വികസിപ്പിക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം പുതിയ കെട്ടിടം വന്നെങ്കിൽ കൂടി അക്കാദമിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ ആശുപത്രിയോട് ചേർന്ന് നിർമ്മിക്കാൻ നിർവാഹമില്ല. ആ സാഹചര്യത്തിലാണ് സർക്കാർ അക്കാദമിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള വികസനത്തിനായി മറ്റ് സ്ഥലങ്ങൾ അന്വേഷിച്ചത്. ബോയ്സ് ടൗണിലെ സ്ഥലം നിയമക്കുരുക്കിലായതോടെയാണ് മറ്റൊരു സ്ഥലം കണ്ടെത്താൻ സർക്കാർ തലത്തിൽ തിരക്കിട്ട അന്വേഷണം തുടങ്ങിയത്. അങ്ങനെയാണ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുന്നത്. നേരത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് വനം വകുപ്പ് നിക്ഷിപ്ത വനമായി ഏറ്റെടുത്തതാണ് മാനന്തവാടി ടൗണിനടുത്ത് അമ്പുകുത്തിയിൽ തന്നെയുള്ള ഈ സ്ഥലം. ഈ ഭൂമിയിൽ 28 ഏക്കർ മെഡിക്കൽ കോളേജിന് വേണ്ടി ഏറ്റെടുക്കാവുന്നത് എന്നാണ് വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. പക്ഷേ വനവൽക്കരണത്തിന് വനം വകുപ്പിന് പകരം സ്ഥലം നൽകേണ്ടതുണ്ട്. അതിനായി ആദ്യം കണ്ടെത്തിയ ഭൂമി വനം വകുപ്പ് സ്വീകാര്യമല്ല എന്നറിയിച്ചു. തുടർന്നാണ് സുൽത്താൻ ബത്തേരി താലൂക്കിൽ 2 ഇടത്തായി 28 ഏക്കർ ഭൂമി വനം വകുപ്പിന് പകരം നൽകിക്കൊണ്ട് ഇന്നലെ സർക്കാർ ഉത്തരവിട്ടത്. ഈ ഉത്തരവ് വന്നതോടെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ഘട്ടമാണ് പിന്നിട്ടിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിലെ നൂൽപ്പുഴ പഞ്ചായത്തിലെ റവന്യൂവിന്റെ കീഴിലുള്ള 28 ഏക്കർ ഭൂമി കണ്ടെത്തുകയും അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് താല്പര്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വനമന്ത്രിയും റവന്യൂ ഒക്കെ ആയിട്ട് ചേർന്നിട്ട് മീറ്റിംഗ് കൂടി ഇപ്പോൾ അതൊരു തത്വത്തിൽ ധാരണയായി റവന്യൂവിന്റെ കീഴിലുള്ള 28 ഏക്കർ ഭൂമി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ധാരണയായിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ടൗണിൽ തന്നെ 28 ഏക്കർ ഭൂമി കൂടി ലഭിക്കുന്നതോടുകൂടി മാനന്തവാടിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വികസനം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. മെഡിക്കൽ കോളേജ് തുടങ്ങി 5 വർഷമായിട്ടും സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുകയായിരുന്നു ഈ ആശുപത്രി. അതുകൊണ്ട് തന്നെ പുതിയ സ്ഥലത്തേക്ക് അക്കാദമിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുന്നതോടുകൂടി മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ സജ്ജമാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.